بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1539 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37 അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 11 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഫ്തിഹിം അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖ്നാ ഇന്നാ ഖലഖ്നാഹും മിൻ തീനിൻ ലാസിബ് ബൽ അജിബ്ത വയസ്ഖറൂൻ വഇദാ ദുകിറൂ ലാ യദ്കുറൂൻ وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون. صدق الله العلي العظيم. صدق وبلغ النبي الكريم ونحن على ذلك من الشاهدين. الحمد لله رب العالمين. അപ്പോൾ സൂറത്ത് സ്വാഫാത്തിലെ 11 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സ്വാഫാത്തിന്റെ തുടക്കം മുതൽ 10-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗം നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. സൂറത്തിന്റെ തുടക്കം 3 വ്യത്യസ്ത സംഘങ്ങളായ മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് സോഫാത്ത്, ജാജിറാത്ത്, താലിയാത്ത് എന്നീ വ്യത്യസ്തങ്ങളായ പേരുകൾ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ഇലാഹ് മാത്രമാകുന്നു, ഒരേ ഒരുവൻ മാത്രമാകുന്നു എന്ന കാര്യമാണ് തുടക്കത്തിൽ പ്രസ്താവിക്കുകയുണ്ടായത്. അത് ഒരു ഖസം ചെയ്യുന്ന രീതിയിൽ, ഒരാണയിട്ട് ശപഥം ചെയ്ത് പറയുന്ന രീതിയിലാണ് തുടക്കത്തിൽ അത് പറയുകയുണ്ടായത്. അതിനെ തുടർന്നുള്ള ആയത്തുകളിൽ ആ ഏകനായ ഇലാഹിന്റെ സാന്നിധ്യം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ചില തലങ്ങളെ പരാമർശിച്ചുകൊണ്ട് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ് തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും
അതുപോലെ ഉദയസ്ഥാനങ്ങളുടെയും ഒക്കെ നാഥനാണ് അവൻ എന്ന കാര്യമാണ് അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനുശേഷം താഴെ ആകാശത്തെ അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കി വച്ചിരിക്കുന്നു. അത് ധിക്കാരിയായ ശൈത്വാനിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതുമാണ്. ഉപരിലോകത്തെ ഒത്തുകൂടലുകളിൽ നടക്കുന്ന സംഭാഷണങ്ങളൊന്നും കേൾക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവര് എല്ലാ ഭാഗത്തു നിന്നുമായി എറിഞ്ഞു ഓടിക്കപ്പെടും. അവര് നിരന്തരമായി ഏൽക്കേണ്ടി വരുന്ന പ്രഹരം അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിയും വരും. ഈ കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയാത്തുകൾ വരുന്നത്. അതിന്റെ മുമ്പ് ഇല്ലാമൻ ഖത്തിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ് എന്നൊരായത്ത് കൂടി കാണാം. അതും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. വല്ലതുമൊക്കെ അവിടുന്ന് റാഞ്ചിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കരഗതമാക്കാൻ വേണ്ടി ഈ ശയാത്തീന്മാര് പരിശ്രമിക്കാനിടയുള്ള കാര്യം. എന്നാൽ അവയെ പിന്തുടർന്നുകൊണ്ട് തുളച്ചു കയറുന്ന വിധത്തിലുള്ള തീഗോളം അവരെ ആക്രമിക്കും, അവരെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ അവരെ നേരിടും എന്ന കാര്യമാണ് അവിടെ വ്യക്തമാക്കപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെയും തന്നെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് ഈ വാനലോകം ആർക്കും കയറി ഇടപെട്ട് നിരങ്ങാൻ കഴിയുന്ന വിധത്തില് ആരുടെയും കൈകാര്യകർത്തൃത്വത്തിലല്ലാതെ തുറന്നു കിടക്കുന്ന ശൂന്യമായ അല്ലെങ്കിൽ മേൽനോട്ടത്തിനോ സംരക്ഷണത്തിനോ ആരുമില്ലാതെ കിടക്കുന്ന ഇടങ്ങളാണ് എന്ന ധാരണ പിശാചുക്കള് ഈ വാനലോകത്തേക്ക് ഇടിച്ചു കയറി അവിടെ നിന്ന് പല രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് ജ്യോത്സ്യന്മാർക്കും ആഭിചാരം നടത്തുന്ന ആളുകൾക്കുമൊക്കെ എത്തിച്ചു കൊടുക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുടെ ആ ധാരണകളെ തിരുത്തുകയാണ് ഇവിടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്യസാധാരണമായ വചനങ്ങൾ അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അത് ജ്യോത്സ്യന്മാരുടെയോ ആഭിചാരകന്മാരുടെയോ വാക്യങ്ങളാണ്. അവര് പിശാചുക്കളിൽ നിന്ന് നേടിയിട്ടുള്ള, അവരിൽ നിന്ന് പിശാചുക്കൾ എത്തിച്ചു കൊടുത്തിട്ടുള്ള ചില ഉപരിലോകത്ത് നിന്ന് വീണ് കിട്ടിയ ചില സംഗതികളാണ്. അങ്ങനെ ജ്യോത്സ്യന്മാര് അങ്ങനെ പിശാചുക്കൾ മുഖേന ഇത്തരം രഹസ്യ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതുപോലെ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ജ്യോത്സ്യൻ ചെയ്യുന്നത് പോലെ ഒരു കാഹിൻ അല്ലെങ്കിൽ ഒരു ആഭിചാരക്രിയ ചെയ്യുന്ന ഒരാളെ പോലെ പല കാര്യങ്ങളും പറയുകയാണ്. അത് ദൈവിക വെളിപ്പാട് എന്നൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല എന്ന വിധത്തിലാണ് മക്കയിലെ ആളുകൾ പ്രതികരിക്കുകയുണ്ടായത്. മക്കയിലെ അങ്ങനെ പ്രതികരിച്ച ആളുകളുടെ നിലപാടിനോട് ആ നിലപാട് എത്രത്തോളം അബദ്ധജടിലമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോ അവർ കരുതുന്ന പോലെ അരക്ഷിതമായ സുരക്ഷാ സംവിധാനങ്ങൾ യാതൊന്നുമില്ലാത്ത ഒരു സംഗതിയല്ല ഉപരിലോകം അല്ലെങ്കിൽ വാനലോകം. അവിടെ ആരെങ്കിലും അനുമതിയില്ലാത്ത വിധത്തിൽ ഇടിച്ചു കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന വിഷയമില്ല എന്നതാണ്
ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഈ കാര്യങ്ങള് ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും സൃഷ്ടിപ്പിൽ അടങ്ങിയിട്ടുള്ള വളരെ സുഭദ്രമായ ആസൂത്രണത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളുടെ തുടക്കത്തിൽ. ഫസ്തഫ്തിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശമാണിത്. പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ താങ്കൾ അവരുടെ ഫഹ്മ്, അവരുടെ തിരിച്ചറിവ് എന്താണ് എന്ന് ചോദിച്ചറിയുക. അവരെന്ത് മനസ്സിലാക്കുന്നു എന്ന കാര്യം ചോദിച്ചറിയുക. വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ അവരോട് ചോദിക്കുക എന്നൊരർത്ഥം തന്നെയാണ് അതിനുള്ളത്. ഇസ്തഫ്തിഹിം എന്ന് പറഞ്ഞാൽ താങ്കൾ അവരെന്ത് മനസ്സിലാക്കുന്നു എന്ന് അവരോട് ചോദിക്കുക എന്നാണ് ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം. ഫസ്തഫ്തിഹിം, അതിനാൽ പ്രവാചകരെ അവരെന്ത് മനസ്സിലാക്കുന്നു എന്ന് അവരോട് ചോദിക്കുക. അഹും അശദ്ദു ഖൽഖൻ, അവരെ സൃഷ്ടിക്കലാണോ പ്രയാസകരമായത്? ഈ ആളുകളെ വിശുദ്ധ ഖുർആന്റെ അനുവാചകരായ മക്കയിലെ ആദ്യത്തെ ആ തലമുറ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം. അപ്പോ അവരെ സൃഷ്ടിക്കലാണോ പ്രയാസകരമായത്, ദുഷ്കരമായത്? അമ്മൻ ഖലഖ്ന, അതല്ലെങ്കിൽ നാം സൃഷ്ടിച്ച മറ്റു പലതിനെയും, വർണ്ണ മുകളിൽ സൂചിപ്പിച്ച ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും ഒക്കെ സൃഷ്ടിക്കലാണോ കൂടുതൽ ചാലഞ്ചിങ് ആയത്, വെല്ലുവിളി നിറഞ്ഞത് എന്നതാണ് അവരോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. എന്താണ് അവർ മനസ്സിലാക്കുന്നത്? മണ്ണിൽ നിന്ന് അള്ളാഹു രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യനെ സൃഷ്ടിക്കലാണോ പ്രയാസകരം? അതാണോ വെല്ലുവിളിയുള്ളത്? അതാണോ കൂടുതൽ ചാലഞ്ചിങ് ആയത്? അതല്ല, ഈ ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളതിനെയും ഒക്കെയായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ബാക്കി സംഗതികളെ ഒക്കെ സൃഷ്ടിക്കലാണോ കടുപ്പമേറിയത്, അല്ലെങ്കിൽ ദുഷ്കരമായത്, കൂടുതൽ പ്രയത്നം ആവശ്യമുള്ളത് എന്നതാണ് ചോദിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും ഒന്നും തന്നെ പ്രയാസകരമായതല്ല, വെല്ലുവിളി നിറഞ്ഞതല്ല. പക്ഷെ സൃഷ്ടിക്കപ്പെട്ട ഈ സംഗതികളെ വെച്ച് നോക്കിക്കൊണ്ട് അതിലടങ്ങിയിട്ടുള്ള സങ്കീർണതകള്, സൃഷ്ടിപ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള അസംഖ്യം പ്രതിഭാസങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഏതാണ് കൂടുതൽ ഡിമാൻഡിങ് ആയത്, ചാലഞ്ചിങ് ആയത് എന്നതാണ് അവർ മനസ്സിലാക്കുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അവരെന്താണ് കരുതുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ സൃഷ്ടിക്കലാണോ, അതല്ല ഈ പ്രപഞ്ച സാകല്യത്തെ സൃഷ്ടിക്കലാണോ കൂടുതൽ കടുപ്പമേറിയത്, അല്ലെങ്കിൽ പ്രയത്നം ആവശ്യമുള്ളത്? ഇതാണ് ചോദ്യം. അമ്മൻ ഖലഖ്ന, ഇവിടെ അമ്മൻ ഖലഖ്ന എന്നത്, മൻ എന്നത് സാധാരണഗതിയിൽ ഒരുവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ജീവനുള്ളതും അചേതനവുമായ സകല കാര്യങ്ങളും പ്രപഞ്ച സാകല്യം ഒന്നാകെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പരാമർശിക്കുന്നതിനാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയാണ്. മിക്ക സ്ഥലങ്ങളിലും അതിന് മാ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടങ്ങളിലും ഇതേ വിഷയം പരാമർശിക്കുമ്പോൾ അവിടെ മാ എന്നതാണ് പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ മാ എന്ന അർത്ഥത്തിൽ തന്നെ മൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം. അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖ്ന, ഏതൊരുവനെയാണോ അതല്ലെങ്കിൽ എന്തൊക്കെയാണോ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അതൊക്കെയും സൃഷ്ടിക്കലായിരുന്നോ, അതല്ല മനുഷ്യനെ സൃഷ്ടിക്കലാണോ? ഏതാണ് വെല്ലുവിളി നിറഞ്ഞത് എന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ അതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് അവരോട് ചോദിക്കുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്നാ ഖലഖ്നാഹും
മിൻ തീനിൻ ലാസിബ്. തീനിൻ ലാസിബിൽ നിന്നാണ് നിശ്ചയമായിട്ടും നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ്. അതും ലാസിബായ കളിമണ്ണിൽ നിന്ന്. കയ്യിലെടുത്ത് കൈ വിരലുകൾക്കിടയിൽ അത് ഉരുട്ടുകയാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ പറ്റി നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന വിധത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. വേറെ മണ്ണിന്റെ മറ്റു രൂപങ്ങൾ പോലെ അല്ല, അതിന് വ്യത്യസ്തമാണ്. കളിമണ്ണ് ഒട്ടുന്ന വിധത്തിലുള്ള ഒരു കളിമണ്ണാണ്, പശിമയുള്ള കളിമണ്ണ്. അങ്ങനെയുള്ള കളിമണ്ണിൽ നിന്നാണ് നിശ്ചയമായിട്ടും നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് ഈ പ്രപഞ്ചത്തെ ഒന്നാകെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വെല്ലുവിളി ഉണ്ടായിരുന്നത് എന്നാണോ അവർ കരുതുന്നത്? ഈ കാര്യം അവരോട് തിരക്കുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് തുടർന്ന് അല്ലാഹു പറയാണ്, ബൽ അജിബ്ത, എന്നാൽ താങ്കൾ വിസ്മയം കൂറുകയാണ്, താങ്കൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ച സംവിധാനം, അതിലടങ്ങിയിട്ടുള്ള സൃഷ്ടിപരത, ദൈവിക സൃഷ്ടിപ്പിന്റെ അതിവിസ്മയകരമായ തലങ്ങൾ, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് താങ്കൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മുന്നിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് നിലക്കൊള്ളുകയാണ്. വല്ല അജിബ്ത, എന്നാൽ അവരോ വയസ്ഹറൂൻ, അവര് പരിഹാസത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് കണ്ട് ആകാശഭൂമികളുടെയും അവയിൽ അടങ്ങിയിട്ടുള്ള അസംഖ്യം പ്രതിഭാസങ്ങളുടെയും ദൈവിക ആസൂത്രണം, ദൈവിക രൂപകൽപ്പന, അത് കണ്ട് മനസ്സിലാക്കി അതിൽ അത്ഭുതം കൂറി നിൽക്കുകയാണ് താങ്കൾ. അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് താങ്കളുടെ ഈ നിൽപ്പ്. എന്നാൽ അവരോ വയസ്ഹറൂൻ, അവര് അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ കളിയാക്കുകയാണ്, തമാശയാക്കിയിട്ടാണ് അതിനെ കാണുന്നത്. രണ്ടു കൂട്ടരും അല്ലെങ്കിൽ രണ്ടു പേരും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നോക്കിക്കാണുന്നത് ഒരേ വിധത്തിലല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വളരെ ദൃഢമായ ബോധ്യമുള്ള ആള് എന്ന നിലക്ക് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിനെ നോക്കിക്കാണുന്നത് അതില് ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ അടങ്ങിയിട്ടുള്ള, അതിലെ വിസ്മയങ്ങളുടെ അനന്തത കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുകൊണ്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ വളരെ മൂഢമായ, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും ഒരു ബോധമില്ലാത്ത, താൻ പിന്നിട്ട ഘട്ടങ്ങളെ കുറിച്ച് പോലും യാതൊരു ധാരണയും ഇല്ലാത്ത വിധത്തില് പരിഹാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ അവയെ നോക്കിക്കാണുന്നത്. രണ്ടു കൂട്ടർക്കാണ് പരിഹസിക്കാൻ സാധിക്കുക സാധാരണഗതിയിൽ. ഒന്നുകിൽ കാര്യങ്ങൾ അത്രയും ഉയർന്ന തലത്തിൽ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ അബദ്ധം കണ്ട് ചിരിച്ചു പോവുക, അല്ലെങ്കിൽ പരിഹസിക്കുക എന്നതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, സ്വന്തം മൗഢ്യം കാരണമായിട്ട് എന്തൊന്നിനെയാണോ അവര് നോക്കിക്കണ്ട് പരിഹസിക്കുന്നത് അതിന്റെ ബുദ്ധിശൂന്യത മനസ്സിലാക്കാതെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഒരു പരിഹാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് അള്ളാഹു ഇവരെ കുറിച്ച് പരാമർശിക്കുന്നത്, വയസ്ഹറൂൻ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നോക്കിക്കണ്ടുകൊണ്ട് അവര് അതിനെക്കുറിച്ച് പറയുന്നതിനെയൊക്കെ പരിഹസിച്ച് തള്ളുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനോ അതില് അജബ് അനുഭവപ്പെട്ടുകൊണ്ട്, അതിന്റെ അത്ഭുതം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിൽപ്പിലാണ്. ഈ കാര്യമാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ബൽ അജിബ്ത വയസ്ഹറൂൻ, അജിബ്ത വയസ്ഹറൂൻ, താങ്കൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു, അവര് പരിഹാസത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വൈദാ ദുഃഖിറു ലാ യദ്കുറൂൻ, നീ അവരുടെ ബുദ്ധിശൂന്യതയും അല്ലെങ്കിൽ കഥയില്ലായികയും അതിൽ അവസാനിക്കുന്നില്ല. അള്ളാഹു തുടർന്ന് പറയുന്നത്, വൈദാ ദുഃഖിറു, ദൈവിക ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവര് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ, അവര്
ചില കാര്യങ്ങളൊക്കെ അവരെ ഉണർത്തിയാൽ, അവർക്ക് താക്കീത് നൽകപ്പെട്ടാൽ, അല്ലെങ്കിൽ അവർക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തപ്പെട്ടാൽ ലായദ്കുറൂൻ, അതൊന്നും അത്തരം ഉത്ബോധനമൊന്നും പ്രയോജനപ്പെടുത്തുന്നവരായിട്ടല്ല അവരുണ്ടാവുക. അതൊന്നും അവർ പ്രയോജനപ്പെടുത്തുന്നേ ഇല്ല. ഒരു കാര്യത്തിലും അവർ ഉത്ബുദ്ധത നേടുന്നില്ല. അവര് ഉത്ബോധനം ചെയ്യപ്പെട്ടു എന്ന് വെക്കുക. ഉത്ബോധനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ബുദ്ധിയെ തട്ടി ഉണർത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാകാൻ പ്രേരിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിൽ നിന്ന് വല്ല ഉത്ബോധനവും അവർ നേടുമോ? അവർ ഉത്ബുദ്ധരായി മാറുമോ? അങ്ങനെയൊന്നുമില്ല. യാതൊരു പ്രയോജനവും അവർക്കുണ്ടാവുകയില്ല. വൈദാ ദുഃഖിറൂ ലായദ്കുറൂൻ, അവർ ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ഒരു ഉത്ബോധനവും അവർ ഉൾക്കൊള്ളുകയില്ല. വൈദാ റഅൗ ആയതൻ, ഒരു ദൈവിക ദൃഷ്ടാന്തം അവർക്ക് കാണാൻ സാധിച്ചാൽ, ദൈവിക ദൃഷ്ടാന്തം എന്നത് മനുഷ്യന് ആഴത്തിലുള്ള ചിന്ത ഉണർത്തുന്ന ഒരു പ്രതിഭാസമായിരിക്കുമല്ലോ. അത് ദൈവിക വചനങ്ങളായാലും പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളായാലും വളരെ ആഴത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിഭാസമായിരിക്കും. അങ്ങനെയുള്ള ഒരു ദൈവിക ദൃഷ്ടാന്തം അവർക്ക് കാണാനിടയായാൽ യസ്തസ്ഖിറൂൻ, അവരത് ഒരു കളിതമാശയാക്കി കളയുന്നു. അതൊരു പരിഹാസത്തിനുള്ള അവസരമായിട്ട് അവര് കാണുന്നു. അതിൽ നിന്ന് ആഴത്തിലുള്ള തിരിച്ചറിവ് നേടുകയല്ല, ഗഹനമായ കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുകയല്ല, അതിവിസ്മയകരമായ പല പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കുകയല്ല അവർ ചെയ്യുന്നത്. മറിച്ച് അവര് അത് തമാശയാക്കി അതിനെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. വൈദാർ ഔ ആയതൻ, ഒരു ആയത്ത് കാണാനിടയായാൽ, ഒരു ദൃഷ്ടാന്തം കാണാനിടയായാൽ, ഇത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിസ്മയകരമായ ഒരു തലം വെളിപ്പെടുത്തുന്ന ഒരായത്തായിരിക്കണം. അള്ളാഹുവിന്റെ കിതാബിലെ ഒരായത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ അവർ കണ്ടാൽ വൈദാർ ഔ എന്ന പ്രയോഗമുള്ളത്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക ദൃഷ്ടാന്തം അവർക്ക് കാണാൻ അവസരം ഉണ്ടായാൽ അതിൽ നിന്ന് ചില സംഗതികൾ തിരിച്ചറിവ് നേടുന്നതിന് പ്രയോജനപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവരതിനെ പുച്ഛിക്കുകയാണ്, നിസ്സാരമാക്കി കാണുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുന്നത് ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ദൈവിക ദൃഷ്ടാന്തത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകളെ കുറിച്ച് അവർ പറയുന്ന ഇത് കേവലം ആഭിചാരക്രിയ മാത്രമാണ്, സിഹ്ർ മാത്രമാണ് എന്നാണ്. അതിനപ്പുറത്തേക്ക് യാതൊന്നും അടങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങൾ, ഈ ദൈവിക വചനങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവര് സൂചിപ്പിക്കുന്ന കാര്യം ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇതെന്തോ ഒരു ജാലവിദ്യയുടെ ഫലമായി അല്ലെങ്കിൽ ആഭിചാരക്രിയയുടെ ഫലമായി ഇദ്ദേഹത്തിന് കേൾപ്പിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ജ്യോത്സ്യന്മാരിൽ നിന്ന് ഒക്കെ പലതും അറിയാൻ കഴിയുന്നത് പോലെ ഇയാൾ ശയാത്തീന്മാരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഒരു ജ്യോത്സ്യനെ പോലെ പലതും പറയുകയാണ്. ഇത് വെറും സിഹ്ർ മാത്രമാണ് എന്നാണ് ദൈവിക ദൃഷ്ടാന്തം കാണാനിടയായാൽ അല്ലെങ്കിൽ കേൾക്കാൻ അവസരം ലഭിച്ചാൽ അവരതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള ഉത്ബോധനം ഉൾക്കൊള്ളുകയല്ല അവർ ചെയ്യുന്നത്. ഐദാ മിത്ന, എന്നിട്ട് അവർ ചോദിക്കുന്ന കാര്യം ഇതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സാരാംശം ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, അതിനെ തുടർന്ന് ഈ ലോകം പുനഃസൃഷ്ടിക്കപ്പെടും, മനുഷ്യര് പുനരുജ്ജീവിപ്പിക്കപ്പെടും, അവര് വിചാരണ ചെയ്യപ്പെടും ദൈവിക കോടതിയിൽ, അതിനെ തുടർന്ന് അവർക്ക് രക്ഷയും ശിക്ഷയും ഒക്കെ തീരുമാനിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങളാണല്ലോ.
അപ്പൊ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അവര് ദൈവിക ദൃഷ്ടാന്തങ്ങളെ കേവലം ആഭിചാരക്രിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് തുടർന്ന് ചോദിക്കുന്നത്, ഈ ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്ന അടിസ്ഥാന ആശയങ്ങളെ അവിശ്വസിക്കുന്ന വിധത്തിലുള്ള ഒരു ചോദ്യമാണ്. ഐദാ മിത്ന വകുന്ന തുറാബൻ, ഞങ്ങൾ മരിച്ച് മണ്ണായി പോയി കഴിഞ്ഞാൽ, വഴുലാമൻ, അതുപോലെ കേവലം അസ്ഥികളുമായി കഴിഞ്ഞാൽ, ഞങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു പോയി, ഞങ്ങളുടെ ശരീരമൊക്കെ ദ്രവിച്ച് മണ്ണിൽ അലിഞ്ഞു ചേർന്നു, കേവലം അസ്ഥികൾ മാത്രമായി, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥയായി. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ആ ഇന്നാലെ മബൂസൂൻ, നമ്മള് പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോവുകയാണോ? ഇതാണോ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മരിച്ച് നമ്മുടെ ശരീരം മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അസ്ഥികൾ മാത്രം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുകയാണ്, അത് തന്നെ ഒടിഞ്ഞ് ദ്രവിച്ച് നശിച്ചു പോയിട്ടുള്ള അവസ്ഥയിൽ. അങ്ങനെയൊക്കെ ആയതിനു ശേഷം നമ്മൾ പുനർജീവിപ്പിക്കപ്പെടും എന്നാണോ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ആ ഇന്നാല മബൂസൂൻ, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ്. അപ്പൊ നമ്മള് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരപ്പെടും എന്നാണോ ഇയാള് പറയുന്നത്? ഇതാണ് അവർ ചോദിച്ച ചോദ്യം. തുടർന്ന് അനുബന്ധമായ ഒരു ചോദ്യം കൂടി അവർ ചോദിക്കുകയാണ്. ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവികരായ പ്രപിതാക്കന്മാരും അവരും ഇതുപോലെ അവരുടെ അസ്ഥികളൊക്കെ പൊടിഞ്ഞു പോയതിനു ശേഷം, മണ്ണിന്റെ ഭാഗമായി മാറിയതിനു ശേഷം അവരും പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണോ ഇദ്ദേഹം പറയുന്നത്? ആബാഉനൽ അവ്വലൂൻ. എന്നിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്, ഖുൽ, പറയുക പ്രവാചകരെ. അവരിങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചല്ലോ, അവരോട് പറഞ്ഞേക്കുക, നഅം, അതെ, വഅൻതും ദാഖിറൂൻ, നിങ്ങൾ തീർത്തും അശരണരായ വിധത്തിൽ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ തീർത്തും കീഴടങ്ങിയ അവസ്ഥയിൽ, സകല ദൗർബല്യങ്ങളും ഉള്ള അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്ക് വീമ്പ് പറയാനോ അല്ലെങ്കിൽ മേനി നടിക്കാനോ ധിക്കാരം കാണിക്കാനോ അനുസരണക്കേട് കാണിക്കാനോ ഒന്നും കഴിയുന്ന അവസ്ഥയിലാവില്ല. നിങ്ങൾ എല്ലാ നിലക്കും ദുർബലമായി, എല്ലാ നിലക്കും പത്തിമടക്കിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും തീർച്ചയായിട്ടും. ഞാൻ, അതെ, നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ മരിച്ച് മണ്ണിന്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നതിന് ശേഷവും അസ്ഥികളൊക്കെ പോലും നുരുമ്പിച്ചു പോയതിനു ശേഷവും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും. നിങ്ങൾ വീണ്ടും ഭൂമുഖത്ത് കൊണ്ടുവരപ്പെടും. മാത്രവുമല്ല, ആ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ വമ്പും വീറും കാണിക്കുന്ന അല്ലെങ്കിൽ ധിക്കാര നിലപാടും അനുസരണക്കേടും ഒക്കെ കാണിക്കാൻ കഴിയുന്ന അവസ്ഥയിലാവില്ല. മറിച്ചോ, വഅൻതും ദാഖിറൂൻ, നിങ്ങൾ എല്ലാ നിലക്കും കീഴ്പ്പെട്ട അവസ്ഥയിലായിരിക്കും. ദാഖിറൂൻ എന്നതിന് അറബി ഭാഷയില് ദാഹിർ, ദഹ്റ എന്നൊക്കെ ഉള്ളത് സൂചിപ്പിക്കുന്നത് ഹാലത്തും മിനദ്ദുല്ല് അല്ലെങ്കിൽ വല്ലാഴത്ത്, അതുപോലെ സാഗറൂൻ, ദലീലൂൻ, അതുപോലെ ഖാലിയൂൻ എന്നൊക്കെയാണ് നൽകപ്പെടുന്ന അർത്ഥം. സാഗറൂൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയവരായി, ദുർബലരായി, അവശരായി അവസ്ഥയിൽ. ദലീലു എന്ന് പറഞ്ഞാൽ നിന്ദ്യതയുള്ളവരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഖാലിഊ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടവരായിക്കൊണ്ട്. ഇപ്പോൾ ഉള്ള പോലെ വലിയ ഗർവവും തൻ്റെടവും കാണിച്ച് അഹന്തയോടുകൂടി നിലകൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലാവുകയില്ല.
പത്തിമടക്കി പൂർണ്ണമായും കീഴ്പ്പെട്ട എല്ലാ നിലക്കും ദൗർബല്യം പേർന്ന ആളുകളായിട്ടായിരിക്കും നിങ്ങൾ ഹാജരാക്കപ്പെടുക. ഇതാണ് അവരോട് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഈ 11-ാമത്തെ ആയത്ത് മുതൽ ഈ 18-ാമത്തെ ആയത്ത് വരെയുള്ള ഈ ഭാഗം യഥാർത്ഥത്തില് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ കാണിച്ച ചില നിലപാടുകൾക്കുള്ള പ്രതികരണമായിട്ട് മറുപടിയായിട്ടാണ് വരുന്നത്. പരലോക സാധ്യത, ഉയർത്തെഴുന്നേൽപ്പിന്റെയും പാരത്രിക ജീവിതത്തിന്റെയും സാധ്യതയെ നിഷേധിച്ചുകൊണ്ടിരുന്ന മക്കയിലെ കുഫാറുകൾക്ക് അവര് ഉന്നയിച്ചിരുന്ന, അവര് പ്രകടിപ്പിച്ചിരുന്ന സംശയങ്ങൾക്കുള്ള മറുപടി എന്ന നിലക്കും അവര് പ്രകടമാക്കിയ അവിശ്വാസത്തിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്കുമാണ് ഈ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുന്നത്. മരിച്ചവര് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നില്ല, അതൊരിക്കലും സാധ്യമല്ല എന്നതാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അത് അവർക്ക് ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല. അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നവരായിരുന്നില്ല. അവരോടാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചതാണോ അതല്ല ഈ ആകാശഭൂമികൾ അടങ്ങിയ അതിലെ സകലതിനെയും ഉൾക്കൊള്ളുന്ന ആ സംഗതിയെ സൃഷ്ടിച്ചതാണോ കൂടുതൽ ശ്രമകരമായത് എന്നത് അവരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരിക്കല് മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം അവര് മരിച്ച് മണ്ണടിഞ്ഞു പോയതിനു ശേഷം അവരുടെ അവശിഷ്ടങ്ങളൊക്കെയും ഭൂമിയിൽ കിടക്കുന്ന മണ്ണിന്റെ ഭാഗമായി ഉള്ള അവസ്ഥയിൽ അവരെ വീണ്ടും ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് ആണോ അള്ളാഹുവിന് വെല്ലുവിളിയാവുന്നത്? ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് അതൊരു വെല്ലുവിളിയാകുമെന്നാണോ അവർ കരുതുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. ഇവിടെ മനുഷ്യനെ തീനുൻ ലാസിബിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് സൂചിപ്പിച്ചല്ലോ. വളരെ നിസ്സാരമായ പശിമയുള്ള കളിമണ്ണിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത് എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെയാണ് ഈ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന സംഗതി അള്ളാഹു പരാമർശിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവരെയും തുടക്കത്തിൽ അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടാവാം അള്ളാഹു ആയാലും. പക്ഷെ വേറൊരു അർത്ഥത്തില് കളിമണ്ണിലുള്ളതല്ലാത്ത ഒന്നും തന്നെ മനുഷ്യ ശരീരത്തിലില്ല. മനുഷ്യൻ മരിച്ച് മറമാടിക്കഴിഞ്ഞാൽ അവന്റെ ശരീരം പൂർണ്ണമായും മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോ ആ മണ്ണ് പരിശോധിച്ചാൽ സാധാരണ മണ്ണിൽ ഉണ്ടാവുന്ന എലിമെന്റ്സ് അല്ലാത്ത യാതൊന്നും അവിടെ ബാക്കി ഉണ്ടാവില്ല. മനുഷ്യ ശരീരം തന്നെ കീറി മുറിച്ച് സൂക്ഷ്മമായിട്ട് രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മണ്ണിൽ അടങ്ങിയിട്ടുള്ള എലിമെന്റ്സ് അല്ലാത്ത അതിനപ്പുറത്തേക്ക് യാതൊന്നും അവിടെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് അവിടെ കാണാൻ കഴിയുകയില്ല. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പ് മനുഷ്യനെ കളിമണ്ണിൽ നിന്ന്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ആദ്യത്തെ മനുഷ്യനെ കുറിച്ചാവാം. പിന്നീട് പ്രജനന പ്രക്രിയയിലൂടെ ജനിച്ച മുഴുവൻ മനുഷ്യരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ, ഇപ്പോ ശുക്ലം രൂപപ്പെടുന്നത്, അതുപോലെ പ്രജനന സ്രവങ്ങൾ രൂപപ്പെടുന്നത് ഒക്കെയും തന്നെ മനുഷ്യൻ, മാതാവും പിതാവുമായ വ്യക്തികള് ഇവിടെ പ്രപഞ്ചത്തിൽ ഈ ഭൂമുഖത്തിൽ ലഭ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിച്ച് അതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവങ്ങളാണത്. എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ഇത് വരുന്നത്? മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ, അവയിൽ നിന്ന് അവ കൺസ്യൂം ചെയ്തിട്ടാണ് മനുഷ്യന് അവന്റെ ശരീര വളർച്ച ഉണ്ടാവുന്നതും അവന്റെ ശരീരത്തിലെ വ്യത്യസ്ത ഗ്ലാൻഡുകൾ പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. അപ്പൊ അതിന്റെ സോഴ്സിലേക്ക് അങ്ങ് ചികഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് മണ്ണിൽ
ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തില് മനുഷ്യന്റെ പ്രജനന സ്രവങ്ങൾ വരെ ഉണ്ടാവുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആത്യന്തികമായ സ്രോതസ് ഈ മണ്ണ് തന്നെയാണ്. മണ്ണിൽ നിന്നുള്ളതല്ലാത്ത യാതൊന്നും അവനിലില്ല. ഇതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അള്ളാഹുവിന് അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മനുഷ്യനെ ഏത് വിധത്തിലും പുനരാവിഷ്കരിക്കാം. അവന് ഒരു പുനരുത്ഥാനം ഉണ്ടാക്കാം. ഇതിനൊന്നും യാതൊരു പ്രയാസവുമില്ല. ഈ ആകാശഭൂമികളെ അതിലടങ്ങിയ സകലതിനെയും ഒക്കെ രൂപകൽപ്പന ചെയ്ത റബ്ബിന് നിങ്ങൾ ജീർണിച്ച് മണ്ണിന്റെ ഭാഗമായി മാറിയതിന് ശേഷം വീണ്ടും നിങ്ങളെ മറ്റൊരു അവസ്ഥയിൽ നിങ്ങളുടെ പുനരുത്ഥാനം സാധ്യമാക്കുക എന്നത് യാതൊരു നിലക്കും വെല്ലുവിളി നിറഞ്ഞ കാര്യമല്ല എന്നതാണ് ഈ സംഗതികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു സ്വാഫാത്തിലെ 11 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. നമുക്ക് ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവയ്ക്കുള്ള ഒരു പ്രതികരണം നൽകുന്നതിന് വേണ്ടിയായി നാളെ സമയം കണ്ടെത്താം. ഒരുപക്ഷെ ഈ സൂറത്തു സ്വാഫാത്തിന്റെ പഠനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നാളെ നീങ്ങിക്കൊള്ളുന്നില്ല. കാരണം ചില ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് മുഴുവനായും അങ്ങ് ഫിനിഷ് ചെയ്തതിന് ശേഷം തുടരുകയായിരിക്കും നല്ലത് എന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.